ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ മടി കാരണം ഇത് നീട്ടി വെച്ച ഒരു വീഡിയോ ആണ്. അത് വേറൊന്നുമല്ല, ഞങ്ങളുടെ ഞങ്ങൾക്കൊരു കുടുംബ സംഗമമുണ്ട് ചേട്ടൻ്റെ ഫാമിലിയുടെ. അപ്പോൾ അവർ എല്ലാ വർഷവും ഇപ്പോൾ രണ്ടാമത്തെ വർഷമാണ്. അപ്പോൾ ആ വർഷത്തിന് ആനുവൽ ഡേ ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരു ട്രിപ്പ് പ്ലാൻ വയ്ക്കാറുണ്ട്. അപ്പം ഈ വർഷം നമ്മൾ ഗോവ ഐലൻഡാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പൂവാറാണ്. അപ്പം അങ്ങോട്ട് പോകുന്നതാണ് കാണുന്നത്. അപ്പം മൂത്ത ആൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അവന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ട് വർഷങ്ങളായെങ്കിലും 19 വയസ്സിലെടുത്തെങ്കിലും ഇതുവരെ കാറ് ഒന്നും അവന് വലിയ താല്പര്യമില്ല ഓട്ടിക്കാനൊന്നും. അപ്പം ഇതിപ്പോൾ വന്നപ്പോൾ അവന് നിർബന്ധിച്ച് ഒന്ന് ചേട്ടൻ ഓട്ടിപ്പിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. കുറച്ച് വണ്ടി എടുത്തിട്ട് അവനെ കൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് പ്രാക്ടീസ് കൊടുത്തു. അപ്പം ഒട്ടും കാർ ഓട്ടിക്കാൻ ഒരു താല്പര്യമില്ലാത്തൊരു കൊച്ചാണിത്. അപ്പോൾ അവൻ നിർബന്ധിച്ച് നമുക്ക് നോട്ടീരെന്ന് പറഞ്ഞിട്ട് അവനങ്ങനെ ഫ്രണ്ടിലോട്ടിരുത്തി ഓട്ടിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും സാധാരണ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ വണ്ടി വിളിച്ചാണ് പോകുന്നത്. അപ്പം ഇപ്രാവശ്യം അങ്ങനെയല്ല, അവരവരെ കാറിൽ തന്നെ. നമുക്ക് തൊട്ടടുത്താണല്ലോ അവിടെ, ബാലരാമപുരത്തുനിന്ന് പൂവാർ വരെ വലിയ ദൂരമില്ല. അപ്പോൾ അങ്ങനെ അങ്ങോട്ടത്തേക്ക് പോവുകയാണ്. അപ്പം എല്ലാവരും അവരവരെ കാറുകളിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഗോവ ഐലൻഡിലോട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് നേരത്തെ ഒരു മാസത്തിന് മുന്നേ ഞങ്ങൾ ബുക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പം 20 പേർക്ക് ഒരു റൂം അലോട്ട് ചെയ്യും, അങ്ങനെയാണ്. അപ്പോൾ ഒരാൾക്ക് വരുന്ന ചാർജ് എന്ന് പറയുന്നത് 950 രൂപയാണ്. ഒരു പെർ ഹെഡാണ് അവിടെ. കുട്ടികൾക്ക് വന്നിട്ട് അത് 1 to 5 ക്യാഷ് പേ ചെയ്യണ്ട. പക്ഷേ അതിന് മേളിലുള്ള കുട്ടികൾക്ക് 6 to അങ്ങോട്ട് ഉണ്ട്. അത് 12 വരെ 12 വയസ്സാണെന്ന് തോന്നുന്നു. അതുവരെ 750 പെർ ഹെഡ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ എന്ന് പറയണത് ഇപ്പം കുടുംബ സംഗമത്തിൽ നിന്ന് ഒരാൾക്ക് 750 രൂപ അഡൾട്ട്സിന് അടച്ചാൽ മതി. 200 രൂപ നമ്മുടെ കുടുംബ സംഗമത്തിൽ നിന്ന് എടുക്കും. അതുപോലെ കുട്ടികൾക്ക് 550 രൂപ അടച്ചാൽ മതി. 200 രൂപ ഞങ്ങളുടെ കുടുംബ സംഗമത്തിൽ. അങ്ങനെയാണ് ഇതിപ്പം ആ രീതിക്ക് ചെയ്താണ് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. എല്ലാവരും ഉണ്ട്, ഞങ്ങളുടെ ഫാമിലി ഉണ്ട്. ഏകദേശം ഒരു 10, 20, 25 ഫാമിലിയോളം ഉണ്ട്. എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റിയില്ല, ഓരോ അസൗകര്യങ്ങളായിപ്പോയി. ഞങ്ങൾ ഇവിടെ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ബോട്ട് എത്തിയിട്ടുണ്ട്. നല്ല സ്ഥലമാണ് കേട്ടോ, കാണാൻ പറ്റുന്ന. എല്ലാവരും ഒരു ദിവസമൊക്കെ വന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. കാരണം വെച്ചാൽ ഇവിടെ വന്നിട്ട് പിന്നെ നമുക്ക് ബോട്ടിൽ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ ഗോവ ഐലൻഡിലത്തേക്ക് 2-3 ബോട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. ബാക്കി മറ്റ് റിസോർട്ടുകൾക്കുള്ള ബോട്ടുകളാണ് അവിടെ ബാക്കി വന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇതിപ്പോൾ ഫസ്റ്റ് പാർട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. വെയിറ്റ് ഫോർ സെക്കൻഡ് പാർട്ട്. ആൻഡ് താങ്ക് യു ഫ്രണ്ട്സ്.